എല്ലാവർക്കും നമസ്കാരം. ഗീതാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് വെച്ച് ഒരു വെറൈറ്റി പനിയാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാനായിട്ട് നല്ലതാണ്. 1.5 കപ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ കളറും കാര്യങ്ങളും ഒക്കെ എന്ത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഓരോ കുഴിയിലേക്കും നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് എല്ലായിടത്തും ഒന്ന് തടകി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നെയ്യ് ഉപയോഗിച്ചേക്കുന്നത് അടിക്ക് പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയും ഇതിന് കിട്ടും. ഇപ്പം നെയ്യ് വേണ്ടാത്തവർക്ക് എണ്ണയാണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓരോ കുഴിയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടപ്പടച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഫോക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് പനിയാരം ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം വെന്തില്ലേ, അപ്പോൾ ഇനി അടുത്ത വശം വേകാൻ വേണ്ടിയാണ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഓരോന്നായിട്ട് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം 2 മിനിറ്റ് ഒന്നുകൂടി അടപ്പ് വെച്ചൊന്ന് അടച്ച് വേവിച്ച് എടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് തുറന്നിട്ട് വേണ്ടേ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. ആഹാ, എന്ത് നല്ല രസം കാണാനായിട്ടൊക്കെ. ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചമ്മന്തി ഇല്ലാതെയാണെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനുശേഷം ബാക്കി വന്ന മാവും കൂടി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ കുഴിയിലേക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് തടകി കൊടുക്കാം. അതിനുശേഷം ഓരോ കുഴിയിലേക്കും അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലേക്കും നോക്കി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 2 മിനിറ്റ് വേവിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി തിരിച്ച് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം നടുഭാഗത്തെ 3 തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലേയും തിരിച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ച് 2 മിനിറ്റ് വരെ നമുക്കൊന്നുകൂടി വേവിച്ചെടുക്കണം. അതിൻ്റെ അത്രയേ ഉള്ളൊരു ജോലിയേ ഉള്ളൂ. പെട്ടെന്ന് ഇത് ഉണ്ടാക്കി നമുക്ക് എടുക്കാം. ഇപ്പം പനിയാരം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത്. ദോശമാവിൻ്റെ മാവ് വെച്ചും ഇതുണ്ടാക്കാം. അതിനാണ് ഈ പനിയാരം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചട്നിയൊക്കെ ഉപയോഗിച്ചൊക്കെ കഴിക്കാൻ അകത്തൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.